എമ്പുരാൻ എന്ന സിനിമ ഒരുപാട് റെക്കോർഡുകൾ, പ്രത്യേകിച്ച് കളക്ഷൻ്റെ കാര്യത്തിൽ നേടിയെടുത്താലും ടെക്നിക്കലി എത്ര മികച്ചതാണെന്ന് അവകാശപ്പെട്ടാലും ഒരുപാട് പാളിച്ചകൾ സിനിമയിലുണ്ട്. പക്ഷേ എഴുത്തിലെ മികവ് ആകത്തുകയിൽ പരാജയപ്പെട്ടു എന്ന് ഒരു കാഴ്ചയിൽ തോന്നിയാലും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കത് മാറ്റി പറയേണ്ടി വരും. ഇനി ഒരിക്കൽ നിങ്ങൾ എമ്പുരാൻ കാണുകയാണെങ്കിൽ നിങ്ങളുടെ കാഴ്ചാനുഭവം ലൂസിഫറിൻ്റേതിനേക്കാൾ മികച്ചതായില്ലെങ്കിൽ കൂടി ഒരു പരിധിവരെ ഇപ്പോൾ കേൾക്കുന്ന അത്ര നെഗറ്റീവ്സ് ഫീൽ ചെയ്യില്ല. സിനിമയുടെ തുടക്കത്തിലെ അറ്റാക്ക് സീൻ, അതിലൊരു ഫ്രെയിമിൽ പൊട്ടിത്തെറി ഒന്നും ഉണ്ടാവാതെ തന്നെ മിഷേലിൻ്റെ നേതൃത്വത്തിലുള്ള പട്ടാളക്കാരെല്ലാവരും തെറിച്ചു പോകുന്നുണ്ട്. ടെക്നിക്കൽ സൈഡിലെ വലിയൊരു മിസ്റ്റേക്കാണത്. ഗോഡ് ആക്സിസ് എന്ന രഹസ്യനാമമുള്ള ഷെൻ ട്രയാഡ് എന്ന ആഫ്രോ ചൈനീസ് ഗൂഢസഖ്യത്തെയും ലൂസിഫർ നെക്സസ് എന്ന രഹസ്യനാമമുള്ള ഖുറേഷി അബ്രാം എന്ന ഇൻഡോ അറബ് മെഗാ സിൻഡിക്കേറ്റിനെയും പരിചയപ്പെടുത്തിയാണ് കഥ ആരംഭിക്കുന്നത്. ഇതിൽ തന്നെ ഗോഡ് ആക്സിസ് എന്ന പേര് നോക്കുക. ദൈവതുല്യമായ അധികാരങ്ങളുള്ള നോർമൽ സ്റ്റേറ്റ് എന്ന ആക്സിസിനെ മുകളിലേക്കും താഴേക്കും നീക്കാൻ കഴിവുള്ള, ആക്സിസ് എന്നതിന് അലയൻസ് അഥവാ സഖ്യം എന്നൊരർത്ഥമുണ്ട്, വലിയൊരു സഖ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ലൂസിഫർ നെക്സസ് സൂചിപ്പിക്കുന്നത് ഗൂഢമായി നീങ്ങുന്ന, അട്ടിമറികൾക്ക് കഴിവുള്ള വലിയൊരു മൾട്ടിനാഷണൽ ബന്ധത്തെയാണ്. ഗോഡ് ആക്സിസ് എന്ന പേര് തരുന്നത് ജിയോ പൊളിറ്റിക്കലി സ്ട്രാറ്റജിക് ആയൊരു ഫീലാണെങ്കിൽ ലൂസിഫർ നെക്സസ് തരുന്നത് ഒരു ഹിഡൻ നോളജ് ക്യാരി ചെയ്യുന്ന ഒരു റെബലിയൻ അഥവാ വിപ്ലവാത്മകമായ ഫീലാണ്. L3-യിൽ ഇത് എത്രത്തോളം വ്യക്തമെന്ന് തിരിച്ചറിയാൻ സാധിക്കും. പവർ കറപ്റ്റ്സ്, അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി. അധികാരം ഒരുവനെ ദുരാചാരിയാക്കും, പരമാധികാരം തികഞ്ഞ ജനദ്രോഹിയും. ബ്രിട്ടീഷ് ഹിസ്റ്റോറിയനും പൊളിറ്റീഷ്യനും മോറൽ ഫിലോസഫറും ആയിരുന്ന ലോർഡ് ആക്ടൻ്റെ പ്രശസ്തമായ കോട്ട് കാണിച്ചാണ് കഥയിലേക്ക് കടക്കുന്നത്. ഇത് 1887 അന്നത്തെ പീറ്റർബർഗ് ബിഷപ്പായിരുന്ന മണ്ടേൽ ക്രേഗ്ടൺ എഴുതിയ കത്തിൽ നിന്നുള്ള വരികളാണ്. ബിഷപ്പ് ക്രേഗ്ടൺ അന്നത്തെ പ്രശസ്തനെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, പൊളിറ്റിക്കലി വളരെ ഇൻഫ്ലുവൻഷ്യലായ ഒരു ഹിസ്റ്റോറിയൻ കൂടിയായിരുന്നു. പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻസിലും ക്രൈംസിലും ഇൻവോൾവ് ആയ മാർപ്പാപ്പമാരും രാജാക്കന്മാരും പരമാധികാരികളും ഉൾപ്പെടുന്ന ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സിനെ അവരുടെ സ്ഥാനമാനങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള നിയമസംരക്ഷണങ്ങൾക്കും അതിലുറച്ച വ്യത്യസ്തമായ ശിക്ഷാ നടപടികൾക്കും വിധേയരാക്കണം എന്ന് ഉറച്ചു വിശ്വസിക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന 6 വോളിയങ്ങൾ ഉൾപ്പെടുന്ന ഹിസ്റ്ററി ഓഫ് പേപ്പസി എഴുതുകയും അത് എസ്റ്റാബ്ലിഷ്ഡ് ആക്കി ചരിത്രത്തിലൊരു മാറ്റം കൊണ്ടുവരികയും ചെയ്തയാളാണ് ക്രേഗ്ടൺ. മോറൽ ജഡ്ജ്മെൻറ്റിനും ഹിസ്റ്റോറിക്കൽ എത്തിക്സിനും യാതൊരു പ്രാധാന്യവും കൊടുക്കാതെയുള്ള ക്രേഗ്ടൻ്റെ ബുക്കുകൾക്ക് മറുപടി എന്നോണം ലോർഡ് ആക്ടൺ എഴുതിയ കത്തിലെ പ്രശസ്തമായ ഭാഗമാണ് ആദ്യം പറഞ്ഞ കോട്ട്. എമ്പുരാൻ തുടർന്ന് പറയുന്നതും ഇതുതന്നെയാണ്. ജതിൻ രാംദാസ്, ബൽരാജ് എന്നിവരിലൂടെ നീങ്ങുന്ന കഥയ്ക്ക് ഇതുതന്നെയാണ് ബെസ്റ്റ് കോട്ട്. അധികാരം ഒരുവനെ ദുരാചാരിയാക്കും, പരമാധികാരം തികഞ്ഞ ജനദ്രോഹിയും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം കൂടി പറഞ്ഞുകൊള്ളട്ടെ. ലോർഡ് ആക്ടൺ പറഞ്ഞ ഈ വരികളുടെ തുടർച്ച ഇങ്ങനെയാണ്: ഗ്രേറ്റ് മെൻ ആർ ഓൾമോസ്റ്റ് ഓൾവേസ് ബാഡ് മെൻ ഈവൻ വെൻ ദേ എക്സസൈസ് ഇൻഫ്ലുവൻസ് ആൻഡ് നോട്ട് അതോറിറ്റി. അധികാരമില്ലെങ്കിലും സ്വാധീനം ചെലുത്തുമ്പോൾ പോലും മഹാന്മാർ എപ്പോഴും മോശം മനുഷ്യരാണ്. എപ്പോഴും ഒരു ഗ്രേ ഷെയ്ഡിൽ നിൽക്കുന്ന ഖുറേഷി അബ്രാമിൻ്റെ ഗ്ലോബൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിനെ കാണിക്കാൻ ഇതിനേക്കാൾ നല്ലൊരു കോട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല. 2002 കലാപത്തിൽപ്പെട്ട് സയ്യദിൻ്റെ ചേട്ടൻ മൊഹ്സിനെ ടെലിഫോൺ ബൂത്തിൽ വെച്ച് കലാപകാരികൾ അടിച്ചു കൊല്ലുന്ന രംഗം. വസീമിൻ്റെ കടയുടെ അകത്താണെന്നും എല്ലാവരും സുരക്ഷിതരാണോ എന്നും ചോദിക്കുന്ന മൊഹ്സിൻ ഹാനിയയുടെ പേര് പറഞ്ഞു തീരുന്നതിന് മുൻപ് അടിയേറ്റ് വീഴുകയാണ്. ശേഷം സുഭദ്ര ബെന്നിൻ്റെ ഹവേലിയിൽ വെച്ച് നമുക്ക് മനസ്സിലാവും ഗർഭിണിയായിരുന്ന മസൂദ് ഫാമിലിയിലെ അംഗമായിരുന്നു ഹാനിയ എന്നും അവർ മൊഹ്സിൻ്റെ ഭാര്യയായിരുന്നു എന്നും. സിനിമയിൽ പിന്നീട് സയ്യദിൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നതിൽ ഒരാൾ മൊഹ്സിനാണ്. മൊഹ്സിൻ കൊല്ലപ്പെടുന്ന തെരുവ് അതൊരു മുസ്ലിം തെരുവാണ്. അകലെയായി പള്ളിയുടെ മിനാരം കാണാം. സിനിമയുടെ അവസാനം ബൽരാജ് കൊല്ലപ്പെട്ടതിന് ശേഷം ASM പാർട്ടി പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധങ്ങളും ഇതേ തെരുവിലൂടെയാണ്. അവിടെ വെച്ച് തന്നെയാണ് ആൻ്റണി റൗത്തർ IB ഓഫീസർ കാർത്തികിനെ വെടിവെച്ച് കൊല്ലുന്നത്. 20 വർഷങ്ങൾക്ക് ശേഷവും ആ തെരുവിന് യാതൊരു വിധത്തിലുള്ള വികസനവും ഉണ്ടായിട്ടില്ല എന്നും കാണാം. അത്തരത്തിലൊരു തെരുവിനെ ഫിലിം മേക്കേഴ്സ് കാണിച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയുന്നില്ല, ആലോചിച്ച് നോക്കൂ. മസൂദിൻ്റെ കുടുംബം സുഭദ്ര ബെന്നിൻ്റെ അടുത്തേക്ക് പോകുന്ന ആ യാത്ര, അതിനിടയിൽ കാണിക്കുന്ന ഗോതമ്പ് പാടങ്ങൾക്കിടയിലുള്ള ശിവൻ്റെ അമ്പലം, കീറിപ്പറഞ്ഞ കൊടിയും പൊടിക്കാറ്റ് കൊണ്ട് നിറം മങ്ങിയ ഗോപുരവും നന്ദികേശ ശില്പവും, തൃശ്ശൂലത്തിലെ പഴകിയ നാരങ്ങയും ഉണങ്ങിയ പൂമാലയും, ഹിന്ദു മുസ്ലിം ലഹളയും ആക്രമണങ്ങളും നടക്കുമ്പോൾ ക്ഷേത്രം ഉപേക്ഷിച്ച് വരെ ഹിന്ദുമത വിശ്വാസികൾ തങ്ങളുടെ പ്രതികാരത്തിനായി പുറപ്പെട്ടു എന്ന് കാണിക്കുകയാണ് ഇതിലൂടെ. മാത്രമല്ല, ഈ ഒരു പർട്ടിക്കുലർ ഷോട്ടിൽ ശ്രീകോവിലിൻ്റെ അകത്തു നിന്നും ദൈവം നിസ്സഹായനായി നോക്കുകയാണ് രക്ഷ തേടി പോകുന്നവരെ. അതും സംഹാരത്തിൻ്റെ ദൈവമായ ശിവൻ നോക്കുന്നതായും കാണാം. ഈ ഒരു പോയിൻറ്റിൻ്റെ എക്സ്പ്ലനേഷൻ കുറച്ച് നീളമുള്ളതാണ്. ഒരു ചെറിയ വിഷ്വൽ മാത്രമേ ഉള്ളൂവെങ്കിലും സയൻറ്റിഫിക് അക്യുറസി ഏതാണ്ട് പൂർണ്ണമായി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇവിടെയാണ്. ചൈനീസ് സ്പൈ സാറ്റലൈറ്റ് കാണിച്ചിരിക്കുന്ന രംഗത്ത് CRS-SAT-13 ദി ഷാഡോ ഡ്രാഗൺ ചൈനീസ് സ്പൈ സാറ്റലൈറ്റ്. സാറ്റലൈറ്റിന് മുകളിൽ ചൈനീസ് ഫ്ലാഗിനോട് ചേർന്നുള്ള എഴുത്ത് യാവ്ഗാൻ വെയ്ഷിങ് എന്നാണ്.
ഇതിൻ്റെ അർത്ഥം റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് എന്നാണ്. സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റിനും ഡിസാസ്റ്റർ മോണിറ്ററിങ്ങിനും ലാൻഡ് സർവേക്കും ഒക്കെയായി അയച്ചിരിക്കുന്നത് എന്ന് ചൈന പറയുന്ന സാറ്റലൈറ്റുകളാണ് യാവ്ഗാൻ വീഷിൻ. ഇങ്ങനെയൊക്കെ ചൈന പറയുന്നുണ്ടെങ്കിലും ഈ സാറ്റലൈറ്റ്സ് ഉപയോഗിച്ച് രഹസ്യാന്വേഷണം നടത്തുന്നുണ്ട് എന്ന് US അടക്കം പല രാജ്യങ്ങളും ആരോപിച്ചിട്ടുണ്ട്. ഈ സാറ്റലൈറ്റിൻ്റെ സ്ട്രക്ചർ നോക്കിയാലും സാറ്റലൈറ്റിൻ്റെ പൊസിഷൻ നോക്കിയാലും അതൊരു റിമോട്ട് സെൻസിങ്ങിനും സ്പൈ സർവീലൻസിനും പറ്റിയതാണെന്നും ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റ് ആണെന്നും മനസ്സിലാവും. ഭൂമിയുടെ കർവേച്ചർ നോക്കിയാൽ മനസ്സിലാവുന്നത് സാറ്റലൈറ്റ് ഏതാണ്ട് 300 മുതൽ 600 കിലോമീറ്റർ വരെയുള്ള ഉയരത്തിലാണെന്നാണ്. നീളത്തിലുള്ള ടെലസ്കോപ്പിക് ഷേപ്പ് സാധാരണ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റുകൾക്ക് ഉണ്ടാവാറില്ല. പക്ഷേ ഇവിടെ അതുണ്ട്. ഈ ഒരു ഡിസൈനിലുള്ളത് ഭൂമിയുടെ ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങൾ എടുക്കാൻ കഴിവുള്ള വലിയ ഒപ്റ്റിക്കൽ അപ്പർച്ചറുള്ള ടെലസ്കോപ്പാണ്. തുടർച്ചയായി പവർ കിട്ടിക്കൊണ്ടിരിക്കാനുള്ള വലിയ സോളാർ പാനൽസ് എർത്ത് ഓർബിറ്റിംഗ് സാറ്റലൈറ്റുകളുടെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ആൻറ്റിനയെയും കമ്മ്യൂണിക്കേഷൻ ഡിഷസും സാറ്റലൈറ്റിൻ്റെ സെൻട്രൽ ഭാഗത്ത് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ തോന്നും ഇതൊക്കെ ഒരു സാറ്റലൈറ്റിന് സാധാരണയായി കാണുന്നതല്ലേ എന്ന്. അതെ, ഇതൊക്കെ സാധാരണയായി ഉണ്ടാകാവുന്നതാണ്. എന്നാൽ സാധാരണ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റുകളുടേത് ഇവിടെ കാണിച്ചതിനേക്കാൾ ചെറുതും കോമ്പാക്ട് ഡിസൈനും ആയിരിക്കും. ഇത്രയധികം വലിയ ഭൂമിയോടടുത്ത സാറ്റലൈറ്റ്, അതും ഭൂമിയെ തന്നെ ഫേസ് ചെയ്തിരിക്കുന്ന സാറ്റലൈറ്റ്, ഇതൊരു അക്യുറേറ്റ് പോയിൻ്റാണ്. ഈ സാറ്റലൈറ്റ് മുഴുവൻ സമയവും ഭൂമിയെ തന്നെയാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. അത് സ്പൈ സാറ്റലൈറ്റുകളുടെ ഒരു പ്രത്യേകതയാണ്. സയൻറ്റിഫിക്കലി ഈ ഒരു സ്ട്രക്ചർ 100% ശരിയാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇത് വളരെ കൃത്യതയുള്ളതാണ്. തീർന്നില്ല, ഇവിടെ ഭൂമിയുടെ ഷേപ്പ് നോക്കിയാൽ ഞെട്ടിക്കുന്ന അക്യുറസിയാണുള്ളത്. ഭൂമിയുടെ റേഡിയസ് ഏതാണ്ട് 6400 കിലോമീറ്ററോളം വരും. ഭൂമിക്ക് വെളിയിൽ അന്തരീക്ഷത്തിന് പുറത്തേക്ക് സ്പേസിലേക്ക് വളരെ ഫെയ്ഡ് ചെയ്ത് നീങ്ങുന്ന ബൗണ്ടറിക്ക് എർത്ത് ലിംബ് എന്നാണ് പറയുക. ഒരു ബ്ലൂവിഷ് ഷെയ്ഡിൽ നിന്ന് ഡാർക്ക് ഷെയ്ഡിലേക്ക് നീങ്ങുന്ന ഭാഗം. എർത്ത് ലിംബിൻ്റെ സൈസ് ഏതാണ്ട് 100 കിലോമീറ്ററാണ് കാണുക. ഇവിടെ ഭൂമിയുടെ വലിപ്പവുമായി താരതമ്യം ചെയ്ത് നോക്കിയാൽ വളരെ അക്യുറേറ്റ് ആണ് ഈ വിഷ്വൽ. അതുപോലെ ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ നീല നിറത്തിന് കാരണമായ റാലെ സ്കാറ്ററിങ് പോലും വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. ചിത്രത്തിൽ സ്പൈ സാറ്റലൈറ്റിൻ്റെ ഒരു വശത്താണ് ലൈറ്റ് വീഴുന്നത്. അതുപോലെ തന്നെ ഭൂമിയിൽ ലൈറ്റ് വീണിരിക്കുന്നത് ചെരിഞ്ഞാണ്. ഇതും വളരെ അക്യുറേറ്റ് ആയ ഒരു ഡീറ്റെയിൽ ആണ്. ഇങ്ങനെ ഒരു ലൈൻ കൊണ്ട് ഭൂമിയിലെ രാവും പകലും വേർതിരിക്കുന്നതിനെ ഡേ നൈറ്റ് ടെർമിനേറ്റർ ലൈൻ എന്നാണ് പറയുക. ഇന്ത്യയിൽ ഇപ്പോൾ രാത്രിയാണെന്നും പകൽ വരാൻ പോവുകയാണെന്നും കൂടി ഇതിൽ നിന്നും മനസ്സിലാക്കാം. തുടർന്ന് സിനിമയിൽ കാണിക്കുന്ന രംഗങ്ങളും രാത്രിയിലേതാണ്. നാച്ചുറൽ ഫീൽ വരാനായി ക്ലൗഡിനെ കാണിച്ചിരിക്കുന്നതും കമൻറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. പിന്നെ നൈറ്റ് ലൈറ്റ്സ് ഉള്ള ഇന്ത്യയുടെ സാറ്റലൈറ്റ് ചിത്രം, അതും വളരെ അക്യുറേറ്റ് ആണ്. ലൈവ് സാറ്റലൈറ്റ് ഇമേജസ് കിട്ടുന്ന വെബ്സൈറ്റുകളിലും ISROയുടെയോ നാസയുടെയോ സൈറ്റിലുമൊക്കെ നോക്കിയാൽ ഇതേ ചിത്രം കിട്ടുകയും ചെയ്യും. എന്നാലും എൻ്റെ സംശയം അതല്ല, ഇത്രയും അക്യുറേറ്റ് ആയിട്ട് ഈ ഒരു ചെറിയ വിഷ്വലിന് വേണ്ടി മേക്കേഴ്സ് ഇത് CGI VFX റെൻഡറിങ് ചെയ്തോ എന്നാണ്. മലയാളി ആയതുകൊണ്ട് ചെറിയൊരു കുശുമ്പ് കൂടി പറഞ്ഞ് ഈ പോയിൻ്റ് അവസാനിപ്പിക്കാം. ഇതൊന്നും അവർ ചെയ്തതാവില്ല. ചിലപ്പോൾ വല്ല സ്റ്റോക്ക് വീഡിയോ ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിയതാവും. അങ്ങനെ പറയാൻ കാരണവുമുണ്ട്. അത് അടുത്ത പോയിന്റിൽ പറയാം. സഖാവ് നെടുമ്പള്ളി കൃഷ്ണൻ എമ്പുരാൻ്റെ കഥ നടക്കുന്ന 2024 ജീവിച്ചിരിപ്പില്ല എന്ന് കാണിക്കുന്നുണ്ട്. ഈ വേഷം ചെയ്ത കൈനഗിരി തങ്കരാജ് 2022 ഏപ്രിൽ 3 മരിച്ചു പോയിരുന്നു. അദ്ദേഹം മരണപ്പെട്ടതുകൊണ്ട് സിനിമയിൽ ആ കഥാപാത്രം ഇല്ലാതിരുന്നതും ആവാം. ഇതൊരു വൈൽഡ് ഗസ്സാണ്. ഈ ഇരിക്കുന്നതാണ് ഗോവർദ്ധൻ്റെയും ശ്രീലേഖയുടെയും മകൾ. ലൂസിഫറിൽ ചായ കൊണ്ടുവന്ന് തന്നിരുന്ന അമ്മ മരിച്ചുപോയെന്ന് തോന്നുന്നു. ഇപ്പോൾ അത് അപർണയാണ് ചെയ്യുന്നത്. ഗോവർദ്ധൻ്റെ റൂമിലെ ചുമരിലെ ബോർഡ് ഒന്ന് ശ്രദ്ധിക്കുക. വലത്തെ സൈഡിൽ താഴെയായി കാണിച്ചിരിക്കുന്നത് അമേരിക്കയിലെ ഡ്രഗ് ട്രാഫിക്കിംഗ് നെറ്റ്വർക്കും മേജർ ഡ്രഗ് സോഴ്സ് പോയിൻറ്സുമാണ്. 2010 കോൺഗ്രഷണൽ റിസർച്ച് സർവീസിൻ്റെ ഒഫീഷ്യൽ ഡാറ്റയാണത്. തൊട്ടുമുകളിലായി കാണിച്ചിരിക്കുന്നത് യാക്കിൻ ഗുസ്മാൻ എന്ന മെക്സിക്കൻ ഡ്രഗ് ലോഡിനെ 2016 US ഇൻ്റലിജൻസ് ഏജൻസി പിടിച്ചതിന് ശേഷമുള്ള ചിത്രമാണ്. സിനലോവ കാർട്ടൽ എന്ന ലോകപ്രശസ്തമായ ഡ്രഗ് കാർട്ടലിൻ്റെ തലവനായിരുന്നു എൽ ചാപ്പോ എന്നറിയപ്പെട്ടിരുന്ന യാക്കിൻ ഗുസ്മാൻ. ഒരുപാട് പൊളിറ്റിക്കൽ കണക്ഷൻസ് ഉണ്ടായിരുന്ന, പിടിക്കപ്പെട്ടിട്ടും പല ജയിലുകളിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ള എൽ ചാപ്പോയെ 2016 പിടികൂടിയതിന് പിന്നിൽ ഒരുപാട് കോൺസ്പിരസി തിയറികളുണ്ട്. അതിലൊരെണ്ണം ഇതായിരുന്നു: മറ്റ് ചെറിയ ഡ്രഗ് കാർട്ടലുകളെയും ബ്ലാക്ക് മാർക്കറ്റുകളെയും പിടികൂടാൻ CIAയെയും മറ്റ് അന്വേഷണ ഏജൻസികളെയും രഹസ്യമായി സഹായിച്ചിരുന്ന എൽ ചാപ്പോ ഒരിക്കൽ ഈ അന്വേഷണ ഏജൻസികളുമായി ഉണ്ടാക്കിയ കരാർ ലംഘിച്ചുവെന്നും തുടർന്ന് മറ്റ് ക്രൈം സിൻഡിക്കേറ്റുകളുടെ സഹായത്തോടെ എൽ ചാപ്പോയെ പിടികൂടിയെന്നുമാണ്. അതായത് ഖുറേഷി അബ്രാം ആയിരിക്കാം എൽ ചാപ്പോയെ പോലും പിടിക്കാൻ സഹായിച്ചത്. ബോർഡിൻ്റെ വലത്തെ സൈഡിൽ സിനലോവ കാർട്ടലിലെ അംഗങ്ങളുടെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഒരു ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. ഡ്രഗ് കാർട്ടലിനെ കുറിച്ചുള്ള ന്യൂസ് അല്ലാതെ പിന്നെ ആ ബോർഡിലുള്ളത് ചൈന ടൗൺ മോബിനെ കുറിച്ചുള്ള വാർത്തകളാണ്. അതിൽ തന്നെ ഈ ഒരു ന്യൂസ് പേപ്പർ. ഇതിൽ കാണിച്ചിരിക്കുന്നത് 1970കളിൽ ന്യൂയോർക്ക് സിറ്റിയിലെ ചൈന ടൗണിൽ ഉണ്ടായിരുന്ന ഗോസ്റ്റ് ഷാഡോ ഗ്യാങ്ങിൻ്റെ മെമ്പേഴ്സിനെയാണ്. ഇതെല്ലാം റിയൽ സംഭവങ്ങളാണ്. ഇനി ഒരു കാര്യം കൂടി പറയാം.
മയക്കുമരുന്ന്, ആയുധങ്ങൾ, കള്ളക്കടത്ത് വസ്തുക്കൾ ഇതെല്ലാം അമേരിക്കയിലുടനീളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നത് ഈ ഗോസ്റ്റ് ഷാഡോ ഗ്യാങ് ആയിരുന്നു. അപ്പോൾ ആരാണ് അതെല്ലാം അവിടെ എത്തിച്ചിരുന്നത് എന്നൊരു ചോദ്യമാണ്. അത് 1970കളിലെ ചൈനീസ് ട്രയാഡ്സ് ആയിരുന്നു. സോ ഗോവർദ്ധൻ പോകുന്ന വഴികൾ മറ്റാരേക്കാളും വളരെ കൃത്യതയോടെയാണ്. ആ ബോർഡിൽ ഒരിടത്തും ലേറ്റസ്റ്റ് ന്യൂസ് ഒന്നും തന്നെ കാണാനില്ല. ഫോട്ടോസ് എല്ലാം പഴയതാണ്. അതായത് ഗോവർദ്ധൻ അന്വേഷിക്കുന്നത് നിലവിൽ ആരാണ് ലൂസിഫർ നെക്സസ് എന്നോ ഗോഡ് ആക്സിസ് എന്നോ അല്ല, എന്താണ് അവരുടെ തുടക്കം എന്നാണ്. ഗോവർദ്ധൻ ഉപയോഗിക്കുന്ന 1990 ഒറിജിനൽ ഇറിഡിയം മോഡൽ സാറ്റലൈറ്റ് ഫോൺ. സിനിമയിൽ പറയുന്നത് പോലെ സർവിലിയൻസ് സ്കാനിൽ ഈ മോഡൽ ഫോൺ പെടില്ല എന്നുള്ളത് പൂർണ്ണമായും ശരിയല്ല. പെട്ടെന്നൊന്ന് പറയാം. 1990 മോഡൽ ഇറിഡിയം സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിക്കുന്നത് വളരെ സ്പെസിഫിക് ആയ എൽ ബാൻഡ് ഫ്രീക്വൻസിയാണ്. അതുകൊണ്ട് തന്നെ സർവിലിയൻസ് സ്കാനിൽ ഈ ഒരു ഫ്രീക്വൻസി ട്രാൻസ്മിഷൻ ഡിറ്റക്റ്റ് ചെയ്യുവാനും അതിൻ്റെ പാറ്റേൺ മനസ്സിലാക്കുവാനും കഴിയും. ഇപ്പോൾ ഭൂമിക്ക് ചുറ്റും 66 ലോ എർത്ത് ഓർബിറ്റ് ഇറിഡിയം സാറ്റലൈറ്റുകൾ കറങ്ങി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ ഇപ്പോഴും വർക്ക് ചെയ്യും. ഇറിഡിയം സാറ്റലൈറ്റുകളിലേക്കുള്ള സിഗ്നൽ പാറ്റേൺസ് മറ്റൊരു സാറ്റലൈറ്റിലേക്കും കാണില്ല. സോ സർവിലിയൻസ് സ്കാനിൽ ഏത് സാറ്റലൈറ്റ് സിസ്റ്റം ഉപയോഗിച്ചുള്ള ഫോൺ കോൾ ആണെന്ന് കണ്ടെത്താൻ കഴിയും. ശേഷം അഡ്വാൻസ്ഡ് ട്രാക്കിംഗ് സിസ്റ്റം ഉപയോഗിച്ച് ഇതിൽ എത്രാമത്തെ സാറ്റലൈറ്റിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്നും തുടർന്ന് ട്രയാങ്കുലേഷൻ എന്ന മെത്തേഡ് ഉപയോഗിച്ച് ലൊക്കേറ്റ് ചെയ്യുവാനും കഴിയും. എന്നാലും എൻ്റെ സംശയം അതല്ല. ഗോവർദ്ധൻ കാർത്തികിനെ വിളിച്ചിട്ട് വളരെ കോൺഫിഡൻഷ്യലായി ഒന്നും പറയുന്നില്ല. പിന്നെ എന്തിനാണ് ഈ ബിൽഡപ്പ്? സാറ്റലൈറ്റ് ഫോൺ വർക്ക് ചെയ്യണമെങ്കിൽ ഓപ്പൺ സ്പേസ് ആയിരിക്കണം എന്നുള്ളത് ഫോൺ വാങ്ങുമ്പോൾ കിട്ടുന്ന മാനുവലിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും. സ്വന്തം മുറിയിൽ വെച്ചൊക്കെ ഉപയോഗിക്കണമെങ്കിൽ സാറ്റലൈറ്റ് റിപ്പീറ്ററൊക്കെ വീടിന് മുകളിൽ വേണം. എന്തേലും ആവട്ടെ, ഗോവർദ്ധൻ്റെ കയ്യിലെ സാറ്റലൈറ്റ് ഫോണിൽ മോട്ടറോള എന്ന് കൊടുത്തിരിക്കുന്നത് കാണാം. മോട്ടറോള കമ്പനിയുടെ ഒരു കൺസെപ്റ്റ് പ്രോജക്റ്റ് ആയിരുന്നു ഈ ഇറിഡിയം സാറ്റലൈറ്റ് ഫോൺസ്. ശേഷം 1998 മോട്ടറോള ബാക്കപ്പ് ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് കമ്പനിയായി ഇറിഡിയം മാറി. ഇപ്പോഴും ഈ കമ്പനി ഇറിഡിയം നെക്സ്റ്റ് എന്ന പേരിൽ നിലവിലുണ്ട്. ഇതാണ് നേരത്തെ പറഞ്ഞത്. ചൈനീസ് സ്പൈസ് സാറ്റലൈറ്റിനെ കാണിച്ചപ്പോൾ ഉണ്ടായിരുന്ന സയൻറ്റിഫിക് അക്യുറസി തൊട്ടടുത്ത സീനിൽ തീരെയില്ല. അതുകൊണ്ടാണ് ആ സാറ്റലൈറ്റ് വിഷ്വൽസ് ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്ന് സ്റ്റോക്ക് വീഡിയോ വാങ്ങിയതാണോ എന്ന സംശയം മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞത്. പ്രിയ പ്രസംഗിക്കുന്ന ഡെറ്റ് ഇവൻറ്റ്, ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചിരിക്കുന്ന ഡെറ്റ് വൈ എന്നത് പ്രശസ്തമായ ടെഡ്എക്സിൻ്റെ വകഭേദമായി കണ്ടാൽ മതിയാവും. ടെഡ്എക്സിൻ്റെയും ഡെറ്റ് വൈയുടെയും ഡിസൈൻ പോലും സിമിലറാണ്. ടെക്നോളജി എൻ്റർടൈൻമെൻറ്റ് ഡിസൈൻ എന്നാണ് ടെഡിൻ്റെ പൂർണ്ണരൂപം. കൂടാതെ എക്സ് ഉദ്ദേശിക്കുന്നത് ഇൻഡിപെൻഡൻ്റ്ലി ഓർഗനൈസ്ഡ് ഇവൻറ്റ് എന്നുമാണ്. സിനിമയിൽ ടെഡിന് പകരം ഡെറ്റ്, എക്സിന് പകരം വൈ. എഡിറ്റിങ്ങിലെ ഒരു കിടിലൻ അക്യുറസി ഈ ഒരു സീനിൽ കാണാം. പ്രിയദർശിനിയുടെ കാർ സിഗ്നലിൽ കിടക്കുമ്പോൾ സിഗ്നൽ ടൈമർ കാണിക്കുന്നത് 90 സെക്കൻഡാണ്. തുടർന്ന് കൃത്യം 90 സെക്കൻഡ് മാത്രമാണ്. അതായത് സിനിമയുടെ ടൈം ലൈനിൽ 34 മിനിറ്റ് 22 സെക്കൻഡ് മുതൽ 35 മിനിറ്റ് 52 സെക്കൻഡ് വരെയാണ് സജ്ജനചന്ദ്രൻ്റെ പ്രസംഗവും സിനിമയിൽ കാണിക്കുന്നത്. ഈ ഒരു സീനിൽ പ്രിയദർശിനി നിൽക്കുന്നതിൻ്റെ അടുത്തായി പറന്നുയരുന്ന പരുന്തിൻ്റെ പ്രതിമയും ജതിൻ്റെ അടുത്തായി കുതിക്കാൻ തയ്യാറെടുക്കുന്ന കടുവയുടെ പ്രതിമയും കാണാം. ഇതിനൊക്കെ ഒരുപാട് അർത്ഥം കൊടുക്കാൻ കഴിയുമെങ്കിലും ഈ ഒരു രംഗത്തിൽ രണ്ട് ജീവികളും പരസ്പരം ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നത് പോലെയാണ് നിൽക്കുന്നത്. പിന്നീട് നടക്കുന്നതും അതുതന്നെയാണ്. അവസാനം പ്രിയ എന്ന പരുന്ത് പറന്നുയർന്നതും ജതിൻ എന്ന കടുവ തകർന്നു വീഴുന്നതുമാണ് സിനിമയുടെ അവസാനം. വെളുപ്പിനും കറുപ്പിനും പൊതുവെ സൊസൈറ്റിയിൽ കൊടുത്തിട്ടുള്ള അർത്ഥങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇവിടെ അവരുടെ വേഷങ്ങൾ പോലും അവരുടെ പ്രവൃത്തികൾക്ക് വിപരീതമാണ്. വെളുത്ത വസ്ത്രം ധരിച്ചയാൾ അനീതി പറയുന്നു, കറുപ്പ് ധരിച്ചയാൾ നീതി പറയുന്നു. ഗോവർദ്ധൻ്റെ ഫേസ്ബുക്ക് ലൈവിലെ കമൻസിൽ ഒരെണ്ണം അണ ബിലാൽ എപ്പോൾ തുടങ്ങും എന്നാണ്. ഇതെല്ലാം ഒരേ യൂണിവേഴ്സിലാണെന്ന് ഇപ്പോൾ ഉറപ്പായി. തൊട്ട് താഴെ 2 അക്കൗണ്ടിന് ഒരേ DP കൊടുത്ത് പണി എളുപ്പമാക്കിയിട്ടുണ്ട് ടെക്നിക്കൽ ടീം. സെനഗലിലെ പോർട്ട് ഓഫ് ഡക്കാർ റിയൽ വേൾഡിലെ ലാറ്റിൻ അമേരിക്കയിൽ നിന്നും യൂറോപ്പിലേക്ക് കൊക്കൈൻ കടത്തുന്ന ഇൻ്റർനാഷണൽ ഡ്രഗ് ട്രാഫിക് നെറ്റ്വർക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹബ്ബാണ് സെനഗലിലെ ഡക്കാർ എന്ന തുറമുഖം. ജിയോഗ്രഫിക്കലി നോക്കിയാൽ പോലും അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഡക്കാർ പോർട്ടിൻ്റെ സ്ഥാനം നാർക്കോട്ടിക്സിൻ്റെ ഒരു എൻട്രി പോയിൻ്റ് ആക്കുവാൻ കഴിയുന്ന രീതിയിലാണ്. രാഷ്ട്രീയപരമായി കൃത്യമായ സ്ഥലം തന്നെയാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അത് ഈ രംഗത്ത് മാത്രമല്ല, സിനിമയിലുടനീളം. തുടർന്ന് MI6 ഏജൻറ്റ് ബോറിസ് ഒലിവറായുള്ള സംഭാഷണത്തിലും പറയുന്നത് റിയൽ വേൾഡ് സിറ്റുവേഷൻ തന്നെയാണ്. സെനഗൽ ട്രാൻസിറ്റ് പോയിൻ്റായി ഉപയോഗിച്ച് ലാറ്റിൻ അമേരിക്കയിൽ നിന്നും യൂറോപ്പിലേക്ക് ഡ്രഗ്സ് കടത്തുന്നു എന്ന്. സെനഗൽ കൺസൈൻമെൻറ്റിൻ്റെ വിവരം അറിഞ്ഞു പോകുന്ന ബോറിസ് ഒലിവറിനോട് ക്രിസ്റ്റീൻ പറയുന്നത് റഷ്യയിൽ നിന്നുള്ള ആയുധക്കടത്തിനെക്കുറിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുള്ള പരീക്ഷണത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡാറ്റ വന്നു എന്നും ബീറ്റ സോഫ്റ്റ്വെയർ വിന്യസിക്കാനുള്ള പെർമിഷൻ കിട്ടാൻ ടീം വെയിറ്റിംഗ് ആണെന്നുമാണ്. റിയൽ വേൾഡിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് നോക്കിയാൽ ഈ പറഞ്ഞ ഡയലോഗ് എല്ലാം തന്നെ ശരിയാണെന്നും ഇന്ന് നടക്കുന്നതാണെന്നും മനസ്സിലാവും. ലോകത്തെ ഏറ്റവും വലിയ ആയുധ കയറ്റുമതി രാഷ്ട്രങ്ങളിൽ ഒന്നായ റഷ്യയിൽ നിന്നും ആഫ്രിക്കയിലേക്കും ബ്ലാക്ക് മാർക്കറ്റുകളിലേക്കും നടക്കുന്ന ആയുധ കച്ചവടങ്ങൾ തകർക്കുന്നതിനായി വെസ്റ്റേൺ കൺട്രീസ് AI യുടെ സഹായത്തോടെ ഗ്ലോബൽ ആംസ് ട്രേഡിനെ ട്രാക്ക് ചെയ്തിട്ടുണ്ട്.
ഇതിനേക്കാൾ വലിയ പ്രാധാന്യം ഡ്രഗ് കൺസൈൻമെൻറ്റിന് ബോറിസ് കൊടുക്കുന്നതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, റോബർട്ട് മക്കാർത്തിയെ പിടിച്ചുകൊണ്ടു പോയതും 2, ഡ്രഗ് ബിസിനസ്സിനെ എതിർക്കുന്ന ഖുറേഷിയുമായി ബോറിസിന് ബന്ധം ഉള്ളതുകൊണ്ടും. MI6 ഡിസ്പ്ലേയിൽ കാണിക്കുന്ന വിവരങ്ങളിൽ നിന്നും റോബർട്ട് മക്കാർത്തി ഇന്റർപോളിന്റെ സൈബർ ഇന്റലിജൻസ് വിഭാഗത്തിലെ ഏജന്റ് ആയിരുന്നെന്ന് മനസ്സിലാവും. ലൂസിഫറിന്റെ തുടക്കത്തിൽ റോബർട്ടിനെ കാണിക്കുന്നത് അയാൾ ഒരുപാട് ഡിജിറ്റൽ ഡോക്യുമെന്റ്സ് പരിശോധിക്കുന്നതായിട്ടാണ്. മാത്രമല്ല സൈബർ ഇന്റലിജൻസിലെ ആളായതുകൊണ്ടാണ് തുർക്കിയിൽ നിന്ന് ലഭിച്ച CCTV വിഷ്വലിൽ നിന്നും ഖുറേഷി അബ്രാമിനെ വളരെ പെട്ടെന്ന് തിരിച്ചറിയുന്നതും. സെർജി ലിയോനോവിനെ പിടികൂടുന്ന സീനിൽ സെർഗിയുടെ മുഖത്ത് വണ്ടിയിലെ ഗ്ലാസ് പൊട്ടിത്തെറിച്ചുണ്ടായ മുറിവുകൾ കാണാം. എന്നാൽ ആ വണ്ടിയുടെ മുൻപിലത്തെ ഗ്ലാസ് മാത്രമാണ് പൊട്ടിയതായി കാണിക്കുന്നത്. അത്രയും വെടിവെപ്പ് നടന്നിട്ടും ആ വണ്ടിയുടെ വിൻഡോ ഗ്ലാസ് ഒന്നുപോലും പൊട്ടിയിട്ടില്ല എന്നതൊരു അത്ഭുതമാണ്. കബൂഗയുടെ ഇൻട്രോ സീനിൽ ഫ്രാൻസിലെ ആൻഡീബ്സ് കടലിലെ ഒരു യാറ്റാണ് കാണിക്കുന്നത്. ആ യാറ്റ് ആക്ച്വലി ഫ്രാൻസിൻ്റെതാണെന്ന് കാണിക്കാൻ ഒരു ഫ്രഞ്ച് ഫ്ലാഗ് അതിന് മുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിഷേൽ മെനുവിനുമായുള്ള മീറ്റിംഗ് നടക്കുന്ന സ്ഥലം MI6 ഓഫീസായി ബന്ധപ്പെട്ട ഒരിടമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെയുള്ള പാറ്റേൺസ് ശ്രദ്ധിക്കുക. ഒക്ടഗണൽ സ്റ്റാർ ഡിസൈൻസ് സമത്വത്തെയും ദിശയെയും ഒപ്പം പ്രപഞ്ചത്തെയും സൂചിപ്പിക്കുന്ന ഇസോട്ടറിക് ട്രഡീഷൻ അഥവാ ഗൂഢമായ പരമ്പരാഗത രീതികളെ സൂചിപ്പിക്കുന്നതാണ്. ഫ്രീ മേസണറി എന്ന 16-17 നൂറ്റാണ്ടിലെ സ്റ്റോൺ മേസൺസ് അഥവാ കൽപ്പണിക്കാരിൽ തുടങ്ങിയ ഒരു ഫ്രട്ടേണൽ ഓർഗനൈസേഷൻ്റെ പ്രതീകങ്ങളിൽ ജിയോമെട്രിക് പ്രസിഷൻ സൂചിപ്പിക്കുന്നത് വളരെ ഓർഡേഡായ ദൈവികമുള്ള ആർക്കിടെക്റ്റിനെയാണ്. ഈ ഫ്രീ മേസൺസ് ഇന്നും ലോകത്ത് നിലനിൽക്കുന്നുവെന്നും അവർക്ക് ലോകത്തെ പവർഫുള്ളായ രാജാക്കന്മാരിൽ തുടങ്ങി ഇന്നത്തെ രാഷ്ട്രീയ ശക്തികളായിട്ട് വരെ ബന്ധമുണ്ടെന്നും വളരെ ഇൻഫ്ലുവൻഷ്യൽ ആണെന്നും കരുതപ്പെടുന്നു. ഈ ഒരു ഫ്രെയിമിലെ ബാക്ക്ഗ്രൗണ്ടിലെ ചിത്രങ്ങൾ അതെല്ലാം ഫ്രീ മേസണറിയായി ബന്ധപ്പെട്ടതാണ്. 1890കളിൽ കണ്ടുവന്ന ആർട്ട് നോവി മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി വരയ്ക്കപ്പെട്ടിട്ടുള്ള ഗ്ലാസ് പെയിൻറ്റിങ്സ് ആണിത്. ആദ്യത്തെ ചിത്രം ഗൗറ്റു വിത്ത് ദ കോമ്പസ് ഇൻ ഹാൻഡ്. ഗൗറ്റു എന്നാൽ ഗ്രേറ്റസ്റ്റ് ആർക്കിടെക്റ്റ് ഓഫ് ദി യൂണിവേഴ്സ് എന്നാണ്. ഡിവൈൻ ഇൻ്റലിജൻസിനെ സൂചിപ്പിക്കുന്ന ഫ്രീമേസൺ സിമ്പലാണിത്. പിന്നീടുള്ള ചിത്രങ്ങൾ ലൈഫിനെയും സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റിനെയും കാണിക്കുന്ന ചിത്രമാണ് രണ്ടാമത്തെ, മരങ്ങൾ നിറഞ്ഞത്. മണ്ടോഗ്ല ഷേപ്പിനകത്ത് മരങ്ങളെ കാണിച്ചിരിക്കുന്നത് പ്രകൃതിയും ദൈവികതയും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുകയാണ്. അതിന് താഴെയുള്ള ചിത്രത്തിൽ മണ്ടോഗ്ല ഷേപ്പിനകത്ത് കാണിച്ചിരിക്കുന്നത് സൂര്യനെയും ചന്ദ്രനെയും ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയുമാണ്. വിശുദ്ധമായ അതിർത്തിയിൽ വേർതിരിച്ച് കാണിക്കുന്ന പ്രപഞ്ചത്തെ സൂചിപ്പിക്കുന്ന ഈ ചിത്രങ്ങൾ ഫ്രീമേസണറിയായി ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെക്കർ ബോർഡ് പാറ്റേൺ ഒരു ക്ലാസിക് മസോണിക് സിമ്പിളാണ്. നിലനിൽപ്പിൻ്റെ ദ്വൈതഭാവം അഥവാ ഡ്യുവാലിറ്റി ഓഫ് എക്സിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണിത്. നന്മയും തിന്മയും, വെളിച്ചവും ഇരുട്ടും, അറിവും അജ്ഞതയും, അങ്ങനെ ആത്മീയതയുടെ തുടക്കമായും അവർ ഇതിനെ കണ്ടിരുന്നു. ആ റൂമിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കുക. ഒരു എലൈറ്റ് സൊസൈറ്റി അസംബ്ലി പോലെ തോന്നിക്കുന്ന വിധത്തിലാണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു ഇൻ്റലിജൻസ് ഓഫീസിനേക്കാൾ ഒരു മസോണിക് ടെമ്പിൾ ഫീൽ. 3 പേരിരിക്കുന്ന ഒരു സെമി സർക്കുലർ കൗൺസിൽ ടേബിൾ. അവിടേക്ക് ഒരാൾ വരുന്നു. പൂർണ്ണമായും സിമെട്രി കീപ്പ് ചെയ്തിരിക്കുന്ന ഒരിടം. ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിൽ നിന്നാണ് സീക്രട്ട് എലൈറ്റ് സൊസൈറ്റികളിലെ തലവന്മാർ തീരുമാനങ്ങൾ നടപ്പിലാക്കിയിരുന്നത്. അതും ഒരുപാട് ആളുകളെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള കടുത്ത തീരുമാനങ്ങൾ. ഇവിടെയും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഇൻഡോ അറബ് മെഗാ സിൻഡിക്കേറ്റിനെ തകർക്കാൻ മിഷേൽ മെനുവിനെ ചുമതല ഏൽപ്പിക്കുന്ന രംഗം. എന്തിന് ഇത്തരത്തിലൊരു സെറ്റപ്പ് അത് MI6 ഓഫീസായി സിനിമയിൽ കാണിച്ചിരിക്കുന്നു എന്നതിന് ഒരു മറുപടിയുള്ളൂ. മോഡേൺ ഇൻ്റലിജൻസ് ഏജൻസീസ് ഒരു ദേശീയ ഉപകരണം എന്നതിനേക്കാൾ വളരെ രഹസ്യമായി ഫ്രീമേസൺസ് പോലുള്ള സീക്രട്ട് ബ്രദർഹുഡ്സ് നുഴഞ്ഞു കയറിയ സംവിധാനങ്ങളാണ്. സിനിമ മുൻപോട്ട് പോകുമ്പോൾ ഇത് കൂടുതൽ വ്യക്തമാവുന്നുണ്ട്. പക്ഷേ ഈ രംഗത്തിൽ ഇതെല്ലാം ഫോർഷാഡോ ചെയ്തിരുന്നു എന്നത് തിരിച്ചറിയേണ്ടതായിരുന്നു. ബോറിസ് ഒലിവറിൻ്റെ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷൻ അതൊരു പഴയ സെറ്റപ്പാണ്. മദ്യക്കുപ്പികളും തോക്കുകളും ഒക്കെ കാണാം. എന്നാൽ ആ കൂടെ പഴയ ഹെഡ്ഫോൺ, ടൈപ്പ് റൈറ്റർ, എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒക്കെ കാണാം. മാത്രമല്ല ബോറിസ് വന്നിരിക്കുന്നതും അബ്രാമിനെ വിളിക്കുന്നതും ഒക്കെ ഒരു റുട്ടീൻ പോലെ വളരെ ലാഘവത്തോടെയാണ് ചെയ്യുന്നത്. ഈ ഡബിൾ ഏജൻറ്റ് പരിപാടി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്നർത്ഥം. മാത്രമല്ല പ്രായമായ ആൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ KAയെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ KAയുടെ ഹിസ്റ്ററിയിൽ വലിയൊരു പങ്ക് ബോറിസ് ഒലിവറിനുണ്ട്. 3-ാം ഭാഗത്തിൽ വീണ്ടും ബോറിസ് ഒലിവറിനെ കാണാനുള്ള സാധ്യതയുമുണ്ട്. ഗോവർദ്ധന് കാർത്തിക് നൽകുന്ന ഫയലുകൾ അതിലുള്ളത് KA നെക്സസ് നടത്തിയ മയക്കുമരുന്ന് വേട്ടകളെക്കുറിച്ചാണ്. നോർത്ത് ആഫ്രിക്കൻ ട്രേഡിനെ തകർത്തത് മുതൽ ആമസോണിലെ ഇല്ലീഗൽ ഗോൾഡ് മൈനിങ്ങിൽ ആധിപത്യം നേടുന്നതടക്കമുള്ള വാർത്തകൾ. ഇതിൽ അമിഡ്സ്റ്റ് ഇൻക്രീസ്ഡ് ട്രേഡ് ഇൻ മെത്താമെറ്റഫീൻ ഫ്രം ഗോൾഡൻ ട്രയാങ്കിൾ അതോറിറ്റീസ് ടേൺ ടു ഖുറേഷി അബ്രാം നെക്സസ് എന്ന വാർത്തയിലെ ചിത്രമാണ് ഗോവർദ്ധൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നതും തുടർന്ന് ആ മോതിരം ശ്രദ്ധിക്കുന്നതും. ആ ന്യൂസ് ശ്രദ്ധിക്കുക. ഗോൾഡൻ ട്രയാങ്കിളിൽ നിന്നുള്ള മയക്കുമരുന്നിനെക്കുറിച്ചാണ് പറയുന്നത്. ലൂസിഫർ സിനിമയുടെ ഹിഡൻ ഡീറ്റെയിൽസ് ആൻഡ് അനാലിസിസ് വീഡിയോയിൽ നമ്മൾ പങ്കുവച്ച കാര്യമാണ് ഗോൾഡൻ ട്രയാങ്കിളും ഗോൾഡൻ ക്രസൻറ്റും ലോകത്തെ ഡ്രഗ് മാർക്കറ്റിലുള്ള പങ്ക്.
ഏറ്റവും വലിയ ഡ്രഗ് പ്രൊഡക്ഷൻ ആൻഡ് ബിസിനസ് നടക്കുന്ന ഗോൾഡൻ ട്രയാങ്കിളിനെ തകർക്കാൻ ഏജൻസികൾ KA നെക്സസ് ആയി ബന്ധം സ്ഥാപിച്ചു എന്നതാണ് വാർത്ത. ഇതെല്ലാം നന്നായിട്ടുണ്ട്. പക്ഷേ ടോപ്പ് ലെവൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് എൻക്രിപ്റ്റഡ് ഡാറ്റ സ്റ്റോറേജിൽ നിന്ന് മുഴുവൻ ന്യൂസ് ആർട്ടിക്കിളുടെ സ്ക്രീൻഷോട്ടാണ് കാണിക്കുന്നത്. കാണിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രേക്ഷകനൊരു ഞെട്ടലുണ്ടാക്കുന്നതൊക്കെയാണ്. പക്ഷെ കാണിക്കുന്ന രീതി, അവിടെയാണ് പാളിപ്പോയത്. ഇതിപ്പോൾ ഒരു ഫോണിൻ്റെ ഗാലറിയിലെ സ്ക്രീൻഷോട്ട് ഫോൾഡർ പോലെയൊന്ന്. അതേസമയം ഇതേ ഡാറ്റ സർവീലിയൻസ് ലോഗ്, ഓപ്പറേഷൻ സമ്മറീസ്, അലയൻസ് എഗ്രിമെൻറ്റ്സ്, കിൽ ലിസ്റ്റ്, സ്പൈ ക്യാമറ ഫീഡ് അതുപോലെയൊക്കെ കാണിക്കാമായിരുന്നു. സ്നോഡൻ ഫയൽസ് ഒക്കെ ഒരു റെഫറൻസായി എടുത്ത് ചെയ്തിരുന്നെങ്കിൽ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്തേനെ. മാപ്പ് ഓഫ് ടെററിസ് ഓഫ് നോർത്ത് വെസ്റ്റ് ആഫ്രിക്ക എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ കിട്ടുന്ന ഒരു ഫ്രീ PNG ഫയല് ഡൗൺലോഡ് ചെയ്യുന്ന വെബ്സൈറ്റിൽ നിന്നും കിട്ടുന്ന ചിത്രമാണ് അതേപോലെ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഉള്ളത് പറഞ്ഞാൽ ഗൂഗിളിൽ ഒരു ഇമേജ് സെർച്ച് നടത്തിയാൽ കിട്ടുന്ന ഏറ്റവും പോപ്പുലറായ ഫോട്ടോസൊക്കെ വെച്ച് പ്രേക്ഷകനെ പറ്റിച്ചു എന്നർത്ഥം. റിംഗ് ക്ലോസ് ഷോട്ട്. സ്റ്റീഫൻ എന്ന KAയുടെ മോതിരം ഒരിക്കലും സിക്കാഡെ ആയിരുന്നില്ല എന്നതാണ് വാസ്തവം. അതെപ്പോഴും പറന്നുയരാൻ ശ്രമിക്കുന്ന ഒരു പരുന്തായിരുന്നു. ഈ മോതിരം നേരെ തിരിച്ചു പിടിച്ച് നോക്കിയാൽ വേറെ പല രൂപവും തോന്നിയേക്കാം. അതിലൊന്നാണ് സിക്കാഡയായി തോന്നിയതല്ല, ഇൻ്റർനെറ്റ് ലോകം തോന്നിപ്പിച്ചതാണ്. IUF PKRന് അടുത്ത 5 വർഷത്തേക്കുള്ള ഫണ്ടിനായുള്ള 100 കോടി രൂപ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് കെയ്മാനിലെ ബട്ടർഫീൽഡ് ബാങ്കിൽ നിന്നുമാണ്. ബട്ടർഫീൽഡ് ബാങ്ക് ഓഫ് ഷോർ അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്ത് പോരുന്ന വളരെ റെപ്യൂട്ടഡ് ആയ ഒരു സ്ഥാപനമാണ്. ടാക്സ് ഒഴിവാക്കുക, സ്വത്ത് മറച്ചുവെക്കൽ, കള്ളപ്പണം വെളുപ്പിക്കലൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇതൊരു നിയമപരമായി നടത്തിക്കൊണ്ടു പോകുന്ന ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇതെല്ലാം പൊതുവെ അറിയപ്പെടുന്നതാണെങ്കിലും അവരുടെ ലോഗോ എന്ന് ശ്രദ്ധിക്കുക. അതൊരു വൈവേൺ എന്നറിയപ്പെടുന്ന മിത്തിക്കൽ സീ ഡ്രാഗണാണ്. ഷെൻട്രയാഡ്സും റെഡ് ഡ്രാഗണുമായുള്ള ബന്ധം തള്ളിക്കളയാൻ കഴിയില്ല. കാര്യം ഗോവർദ്ധനെ തട്ടിക്കൊണ്ടു പോകുന്നത് കുറച്ച് ഓവറാണെങ്കിലും ഖുറേഷി അബ്രാമിനെ കാണാൻ വേണ്ടിയല്ലേ. പക്ഷേ ഡാനിയൽ റാവുത്തർ പറയുന്നൊരു ഡയലോഗുണ്ട്, പേടിക്കണ്ട, നിങ്ങൾ സേഫാണെന്ന്. പക്ഷേ അവസാനം കൊണ്ടുപോയി ഓക്സിജൻ സിലിണ്ടർ വെച്ച് ശ്വാസമൊക്കെ നിലനിർത്തി കൊടുക്കുന്നുണ്ട്. പക്ഷേ ആരും ഡ്രൈ ഓക്സിജൻ കൊടുത്ത് ആരെയും കൊണ്ടുപോകാറില്ല. ഓക്സിജൻ സിലിണ്ടറിൽ നിന്നും പ്രഷർ ഗേജ് വഴി വെള്ളം നിറച്ച ഒരു ഹ്യൂമിഡിഫയർ ബോട്ടിലൂടെ നെയ്സൽ മാസ്ക് വഴി ഓക്സിജൻ കൊടുക്കുക. അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം ഡ്രൈ ആയി പോകും. കുറച്ച് നേരത്തേക്കൊക്കെ ഇങ്ങനെ കൊടുക്കാമെങ്കിലും കൂടുതൽ സമയത്തേക്ക് കൊടുക്കുന്നത് നല്ലൊരു കാര്യമല്ല. ഈ സീൻ സയൻറ്റിഫിക്കലി അത്രയും അക്യുറേറ്റ് അല്ല. ഖ്വാർക്കോഷ് ഇറാഖിലെ കബൂഗ KA കൂടിക്കാഴ്ച നടക്കുന്ന സീൻ, അവിടെ വെച്ചൊരു ഡ്രോൺ ഷോട്ട് വ്യൂ കാണിക്കുന്നുണ്ട്. ഇതിൽ UTC+2.0 എന്നത് കോർഡിനേറ്റഡ് യൂണിവേഴ്സൽ ടൈമാണ്. ഈ ഗ്ലോബൽ ടൈം സ്റ്റാൻഡേർഡിൽ ഇന്ത്യ വരുന്നത് UTC+5.30 അതായത് UTCയിൽ നിന്നും 5.5 മണിക്കൂർ കൂടുതലാണ് ഇന്ത്യൻ സമയം എന്നർത്ഥം. ഇറാഖിലെ സമയം സത്യത്തിൽ UTC+3.0 ഇതാണ് ആദ്യത്തെ മിസ്റ്റേക്ക്. സിനിമയിൽ കാണിച്ചിരിക്കുന്നതിനേക്കാൾ വീണ്ടും 1 മണിക്കൂർ വ്യത്യാസത്തിലായിരുന്നു കാണിക്കേണ്ടിയിരുന്നത്. ന്യൂ പോയിന്റ് TGT എന്ന് കാണിച്ചിട്ടുണ്ട് മറ്റൊരു ഭാഗത്ത്. അത് ടാർഗറ്റിൻ്റെ ന്യൂ പോയിന്റ് അഥവാ ടാർഗറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന ഡയറക്ഷനാണ്. താഴെ കാണിച്ചിരിക്കുന്നത് 209701N എന്നും 823134W എന്നുമാണ്. ഇത് നോർത്ത് വെസ്റ്റ് ഡയറക്ഷനാണെന്ന് അനുമാനിച്ചാൽ 209701N എന്നത് 20°97'01" ആവേണ്ടത്. പക്ഷേ ഈ 97 മിനിറ്റ് എന്നൊരു സംഭവമില്ല. 0 മുതൽ 60 മിനിറ്റ് വരെ പോകും. 61 മിനിറ്റ് ആയാൽ അതിനെ 1 ഡിഗ്രി 1 മിനിറ്റ് എന്നാണ് എഴുതുക. ഇവിടെ 20°97'01" എന്നത് തെറ്റായൊരു വാല്യൂ ആണ്. പ്രിയദർശിനി സമ്മേളനത്തിന് പോകുന്ന കാര്യം മുന്ന ബാബ ബൽദേവിനോട് പറയുന്ന സീനിൽ ബൽദേവ് ലാപ്ടോപ്പിൽ കണ്ടുകൊണ്ടിരുന്ന ന്യൂസ്, അത് നെടുമ്പള്ളി ചെക്ക് ഡാമിനെതിരെ അന്ന് നടക്കാൻ പോകുന്ന സമ്മേളനത്തെക്കുറിച്ച് തന്നെയായിരുന്നു. സിമിലർ വിഷ്വൽ തൊട്ടുമുമ്പ് മീഡിയ കാണിച്ചതാണ്. ബോറിസിന് വരുന്ന മെസ്സേജും തുടർന്ന് നടക്കുന്ന ക്രിപ്റ്റിക് ചാറ്റും ആ കമ്പ്യൂട്ടർ ഡിസ്പ്ലേയിൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചിരിക്കുന്ന ചാനൽ സിഗ്നൽ കാണിക്കുന്നുണ്ട്. അത് 12.8 GHz, 6.8 GHz, 5.6 GHz എന്നിങ്ങനെ മാറുന്നതായി കാണിച്ചിട്ടുണ്ട്. ഇത് FHSS അഥവാ ഫ്രീക്വൻസി ഹോപ്പിംഗ് സ്പ്രെഡ് സ്പെക്ട്രം എന്ന മെത്തേഡാണ്. സിഗ്നലിൻ്റെ ഫ്രീക്വൻസി മാറിക്കൊണ്ടിരുന്നാൽ ഡിറ്റക്റ്റ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഗിഗാഹെഡ്സ് ബാൻഡ് ഉപയോഗിക്കുന്നത് മിലിറ്ററി ഗ്രേഡ് സാറ്റലൈറ്റ് ലിങ്കുകൾക്കാണ്. അതായത് വളരെ സെക്യൂറായ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനാണ് ബോറിസ് ഒലിവർ നടത്തുന്നത്. ബോറിസ് ദി സിക്കാഡ ഹിംസെൽഫ് എന്ന് ചോദിക്കുമ്പോൾ വരുന്ന മറുപടി നോട്ട് ഷുവർ, വിത്ത് ഹിം യു ക്യാൻ നെവർ ബി ഷുവർ എന്നാണ്. ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾ ആരായാലും അയാൾക്ക് ഫോറൻസിക് വിവരങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും കിട്ടിയ ഇൻ്റലിജൻസിൽ തന്നെ ടോപ്പ് റാങ്കിലുള്ള ആരോ ആണ്. അബ്രാമിനെ സിക്കാഡ എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മറ്റ് പല ജീവികളും നാട്ടിലും കാട്ടിലും ഉണ്ടായിട്ട് എന്തുകൊണ്ട് സിക്കാഡ അഥവാ ചീവീടുകളുടെ ബയോളജിക്കൽ നേച്ചർ ശ്രദ്ധിച്ചാൽ 13 മുതൽ 17 വർഷങ്ങൾ വരെ മണ്ണിനടിയിൽ ഡോർമൻ്റ് അഥവാ നിഷ്ക്രിയമായി കിടക്കുകയും പെട്ടെന്നൊരു നിമിഷം വളരെ പവർഫുള്ളായി പുറത്തു വരികയും ചെയ്യുന്ന ജീവിയാണ്.
അതായത് ലോങ് ഡോർമെൻറ്റ് പീരീഡുള്ള സിക്കാഡ പ്രതിനിധീകരിക്കുന്നത് റീബർത്ത് അഥവാ പുനർജന്മത്തെയും ഇമ്മോർട്ടാലിറ്റി അഥവാ മരണമില്ലാത്തതിനെയുമാണ്. വർഷങ്ങളായി മണ്ണിൽ കഴിയുന്ന ചീവീട് പുറത്തു വന്നാൽ ചെയ്യുന്നത് അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകുകയും ചത്തുപോവുകയുമാണ്. അതായത് ജീവിതത്തിലെ പ്രധാനമായി ഒന്ന് ചെയ്യുക, ശേഷം ആ ജീവിതം അവസാനിപ്പിക്കുക. സ്റ്റീഫൻ്റെ ആദ്യ ലക്ഷ്യം ജതിൻ രാംദാസിനെ കേരള രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരികയും കേരള ഭരണം സുരക്ഷിതമാക്കുക എന്നതുമായിരുന്നു. ശേഷം ആരും സ്റ്റീഫനെ കണ്ടിട്ടില്ല. അബ്രാമിൻ്റെ വലിയൊരു നീക്കം കബൂക കാർട്ടലിനെ എന്നേക്കുമായി തകർക്കുക എന്നതായിരുന്നു. ആ ലക്ഷ്യം നിറവേറ്റി വീണ്ടും ലോകത്ത് നിന്ന് അപ്രത്യക്ഷമായി. സോ സിക്കാഡ എന്ന പ്രയോഗത്തോളം ചേരുന്ന മറ്റൊന്നില്ല. സിക്കാഡ 3301 എന്ന വിഷയം ഇവിടെ സംസാരിക്കുന്നേയില്ല, കാരണം അതിനിവിടെ സ്കോപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫോറസ്റ്റ് ഫൈറ്റ് സീൻ, തീ കൊണ്ടുള്ള കൊമ്പുകൾ. ദൈവത്തിനും ചെകുത്താനും അപ്പുറം ഒരു മിസ്റ്റിക് ആൻറ്റി ഹീറോ ആയി കാണിച്ചിരിക്കുന്നു. കൊമ്പുകൾ മരത്തിൽ തീപിടിച്ചിൽ നിന്നും ഉണ്ടായതാണ് എന്നതുകൂടി കൂട്ടി വായിച്ചാൽ തകർച്ചയിൽ നിന്നും കിരീടമെടുത്തണിഞ്ഞ് ഒരു റിഫോർമേഷൻ അഥവാ പുനർനിർമ്മാണത്തിന് തയ്യാറാവുന്ന ഡെവിൾ. രാംദാസ് സാറിൻ്റെ മേശപ്പുറത്ത് പ്രിയദർശിനിക്കായി കാത്തിരുന്ന ഫയലുകൾ ഗോവർദ്ധൻ്റെ കണ്ടെത്തലുകൾ അടങ്ങുന്നതാണ്. ഗോവർദ്ധൻ്റെ എക്സ് ഫയൽസ് ആണത്. ഇതേ കെട്ടുകളുള്ള ഇതേ രൂപത്തിലുള്ള ഫയലുകൾ ഇതിനു മുമ്പ് ലൂസിഫറിൽ കാണിച്ചിട്ടുണ്ട്. ഇനി ചെറിയൊരു അനാലിസിസ് പാർട്ടാണ്. സിനിമയെക്കുറിച്ച് നെഗറ്റീവ്സ് തോന്നാനുള്ള പ്രധാന കാരണങ്ങൾ ഇതൊക്കെയാണ്. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ക്യാരക്ടറിനെ സൈഡ് ലൈൻ ചെയ്തത്. ലൂസിഫറിൽ സ്റ്റീഫൻ്റെ ഓരോ നോട്ടത്തിനും പ്രവൃത്തികൾക്കും ഡീപ്പ് മീനിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചൊരു കഥാപാത്രത്തെ ഖുറേഷി അബ്രാം എന്ന ക്യാരക്ടറിനെ കാണിച്ച് ഇല്ലാതാക്കി കളഞ്ഞു. അതിനാക്കം കൂട്ടാൻ സിംബോളിസം കൊണ്ട് ഓരോ അരമണിക്കൂറും സ്ക്രീൻ നിറച്ചത് ഉള്ളത് പറഞ്ഞാൽ അനാവശ്യമായിരുന്നു. ഖുറേഷിയുടെ ഓറ നിലനിർത്താൻ സ്ക്രീൻ ടൈം കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു. എന്നാലോ ഈസിലി പ്രഡിക്റ്റബിൾ ആയിരുന്ന കഥാസന്ദർഭങ്ങളും വീക്കായ ഡയലോഗുകളും. പ്രൊഡക്ഷൻ ഡിസൈനിൻ്റെ സ്ട്രെങ്ത് കാണിക്കാൻ ഫോറിൻ ലൊക്കേഷൻസ് കാണിച്ചപ്പോൾ കഥയിലുള്ള പ്രാധാന്യം മനഃപൂർവ്വം മറന്നു. സ്റ്റീഫനോ ഖുറേഷിക്കോ തുല്യനായ ഒരു എതിലാടി ആയിരുന്നില്ല ബൽരാജ്. പ്രേക്ഷകനത് തിരിച്ചറിഞ്ഞിട്ടും അനാവശ്യമായി അവിടെ ഇവിടെയും ബിൽഡപ്പ് കൊടുത്ത് നിലവാര തകർച്ചയിലേക്ക്. കമ്മ്യൂണലിസവും സെക്യുലറിസവും തമ്മിൽ ആകെ മൊത്തം കൺഫ്യൂസ്ഡ് ആക്കിയ പൊളിറ്റിക്കൽ സ്റ്റോറി ലൈൻ. ലൂസിഫറിലുണ്ടായിരുന്ന കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഇമോഷണൽ കണക്ഷൻ എമ്പുരാനിൽ ഒരിടത്തും കാണാൻ കഴിയില്ല. കേരള രാഷ്ട്രീയവും ഇൻ്റർനാഷണൽ ക്രൈം സിൻഡിക്കേറ്റിനെയും ഒക്കെ കൂട്ടിയിണക്കിയപ്പോൾ ചിതറിപ്പോയ നരേഷനായിരുന്നു സിനിമയുടെ ഏറ്റവും വലിയ പോരായ്മ. അതും 3 മണിക്കൂർ. സെനഗലിൽ നിന്ന് നീങ്ങുന്ന ഡ്രഗ് ട്രക്കുകളെ പിടിക്കാൻ വേണ്ടി ഗിനിയിൽ കാത്തുനിന്ന പട്ടാളക്കാർ. അവരിൽ നിന്ന് തന്ത്രത്തിൽ ഒഴിഞ്ഞു മാറിയ ട്രക്കുകളെ KA ടീം തകർക്കുന്നു. എന്നിട്ട് ഫ്രാൻസിൽ കിടക്കുന്ന കബൂകയെ വിളിച്ച് വാണിംഗ് കൊടുക്കുന്നു. സർഗിയുടെ തല ലണ്ടനിൽ കൊണ്ടുപോയി ഇടുന്നു. ലോകം മുഴുവൻ കറക്കി ഗോവർദ്ധനെ അമേരിക്കയിൽ കൊണ്ടുപോയി ഇറക്കി സ്റ്റീഫനെ കാണിക്കുന്നു. ഇറാഖിൽ വെച്ച് കബൂകയെ കൊല്ലുന്നു. പരിക്കേറ്റ മിഷേലിനെ തുർക്കിയിലേക്ക് മാറ്റുന്നു. ഫ്ലാഷ് ബാക്ക് സീനിൽ സയ്യേദിനെ അഫ്ഗാൻ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോകുന്നു. യമനിൽ വെച്ച് സയ്യേദ് കുട്ടികളെ രക്ഷിക്കുന്നു. ഇതിനിടയിൽ ഇന്ത്യ നിറഞ്ഞു നിൽക്കുന്നു. അവസാനം ചൈന കൂടി കാണിച്ച സിനിമ തീരുന്നു. അങ്ങേക്കായി കാണിച്ച ന്യൂസ് പേപ്പർ കട്ടിംഗ് ഒക്കെ പരതിയാൽ മൊത്തം ഒരു 10-20 രാജ്യങ്ങൾ കൂടി ഇനിയും കൂട്ടിച്ചേർക്കാം. എന്തൊക്കെയാണെങ്കിലും 3-ാം ഭാഗം ആദ്യ ദിവസം തന്നെ ഞാൻ തിയേറ്ററിൽ കാണും. ഈ വീഡിയോ അവസാനിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോകളിലായി ഇത്രയും ഹിഡൻ ഡീറ്റെയിൽസ് ആൻഡ് എക്സ്പ്ലനേഷനാണ് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇനി ഒരിക്കൽ എമ്പുരാൻ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ആസ്വാദനം മെച്ചപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നു. ഇനിയും ഒരുപാട് ഡീറ്റെയിൽസ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എമ്പുരാനിൽ. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും വരാം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. കമൻ്റ് ഇടുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.